ഹലോ, വെൽക്കം ബാക്ക് ടു കുഞ്ഞിയടുക്കള. അപ്പം കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഓണത്തിന് റെസിപ്പീസ് ഒന്നും ഇടാതിരുന്നത്. അപ്പം ഇന്ന് ഒരു തനി നാടൻ വിഭവമായ നമ്മളുടെ വിറകടുപ്പിൽ വേവിച്ച ബീഫിന്റെ കറിയും കപ്പ കുഴച്ചതുമാണ്. അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പം ഉള്ളിയൊക്കെ ഞാനൊന്ന് സ്റ്റൗവിലാണ് വഴറ്റിയെടുക്കുന്നത്. ബീഫ് വേവിക്കുന്നത് വിറകടുപ്പിലുമാണ്. ഇപ്പം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് പൊട്ടിയതിലേക്ക് നമുക്ക് ഒരു 3-4 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതേപോലെ ഒന്ന് കനം കുറച്ച് നീളത്തിലരിഞ്ഞ തേങ്ങാക്കൊത്താണ്. ബീഫിലൊക്കെ തേങ്ങാക്കൊത്തിട്ട് വെക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ല ഉണങ്ങിയ തേങ്ങ നോക്കി എടുക്കാൻ നോക്കുക. ഇപ്പം തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മൂത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയും ഒരു 10-20 ചുമന്നുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി മിസ്സാക്കരുത്. ഇതിന് ബീഫിന് ഏറ്റവും നല്ല ടേസ്റ്റ് തരുന്നതാണ് ചുമന്നുള്ളി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് ഉള്ള ഉള്ളി എടുക്കുക. ഇപ്പം ഞാനൊരു 1/4 കിലോളാണ് ബീഫ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പകുതി ചുമന്നുള്ളിയും പകുതി സവാളയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് കീറിയതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു കഷ്ണം ഇഞ്ചിയും ഒരു 7-10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് വിറകടുപ്പിലേക്ക് മാറ്റുകയാണ്. ഞാനിത് വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബീഫിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ബീഫ് മസാലയും ഉപ്പും കൂടെ ഒന്ന് പരട്ടി വെച്ചതാണ്. ഒരു 1/2 മണിക്കൂറായി പരട്ടി വെച്ചിട്ട്. ഒക്കെ നല്ല ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആ വഴറ്റിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കൂടെ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബീഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ബീഫ് മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി നമുക്കിതെല്ലാം കൂടി ആ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയും ബീഫും എല്ലാം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ബീഫ് കറിക്ക്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കുറച്ച് കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബീഫ് കറി വയ്ക്കുമ്പോൾ കായം കുറച്ച് ചേർത്ത് കൊടുക്കുക. പൊടിയില്ലെങ്കിൽ കട്ടിക്കായം ചെറിയൊരു കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഉള്ളി വഴറ്റിയതിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ച് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പം ബീഫ് കറി നല്ല തിളച്ചിട്ടുണ്ട്. ഞാനൊരു വാഴയില വെച്ചിട്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. അപ്പം ഒന്ന് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ വന്നിട്ട് ഒന്ന് കുറച്ച് കൊടുക്കണം. ചെറിയ തീയിലിരുന്ന് ഇത് വെന്ത് ചാറെല്ലാം നല്ല വറ്റി വരണം. അപ്പോൾ ഇപ്പം വന്നിട്ട് ഉപ്പും മസാലയൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. മസാല കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കപ്പ ഇതേപോലെ നുറുക്കി എടുത്തതാണ്. എളുപ്പം വേവുന്ന കപ്പയാണിത് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതി, ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അപ്പോൾ ഈ ഊറ്റിയ കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉപ്പിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്നിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബീഫ് കറിയും ഏകദേശം ഒന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് കറിയും നന്നായിട്ട് ചെറിയ തീയിൽ കിടന്ന് വറ്റി ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി. അപ്പോൾ കപ്പയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ ഒരു ചാറിൽ നമുക്കിത് വാങ്ങി വയ്ക്കാം. പക്ഷെ നിങ്ങൾക്കൊന്നും കൂടെ പറ്റിക്കണമെങ്കിൽ ഇനിയും ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി കപ്പ വേവിച്ചതും നമ്മളുടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്